بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد باب في آداب المجلس والجليس ഒരു സദസ്സിലേക്ക് ചെന്നാൽ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ജലീസി അവിടെ ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദ മജ്‌ലിസിൽ ചെല്ലുമ്പോൾ ചെല്ലുന്ന ആള് കുറച്ച് മര്യാദ പാലിക്കണം ആ മജ്‌ലിസിൽ ഇരിക്കുന്നവരും കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടത് അതിനെ കുറിച്ച് പറയാം عن ابن عمر رضي الله تعالى عنهما أنه قال عبد الله بن عمر رضي الله عنه പറയാണ് قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് لا يقيمن أحدكم رجلا من مجلسه ثم يجلس فيه നിങ്ങൾ ഒരാൾ പോലും ഒരു മജ്‌ലിസിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന ഒരാളെ എണീപ്പിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ കുറച്ച് നേരം വൈകി വന്നു അപ്പോൾ നമുക്ക് മുന്നിലിരിക്കണം ആ മുന്നിൽ നിന്ന് ഒരാള് അവിടുന്ന് നീപ്പിച്ച് കാണിച്ച് അവിടെ ബാക്കിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് നീപ്പിച്ചിട്ട് നമ്മളവിടെ പോയിരിക്കണം സ്വഭാവം ഉണ്ടാവില്ല വലാക്കിൻ തവസ്സവും തഫസ്സവും നിങ്ങൾ സദസ്സൊന്ന് വിശാലമാക്കുക ഒന്ന് വിസ്തൃതി കൂട്ടണം എല്ലാവർക്കും വായിക്കാൻ ഒന്നാണ്ട് വൈഡായിട്ട് ഇരുന്നിട്ട് ഒന്നാണ്ട് വിശാലാക്കിയിട്ട് പിന്നെ വരുന്ന ആൾക്കും കൂടെ ഇരിക്കുന്ന പോലത്തെ ഒന്ന് വിശാലാക്കിയിരിക്കുക وكان ابن عمر رضي الله تعالى عنه ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആയിരുന്നു ഇദാ ഖാമ ലഹു റജുലുൻ മിൻ മജ്ലിസിഹി അദ്ദേഹത്തെ കണ്ടിട്ട് ആരെങ്കിലും മജ്ലിസിൽ എണീറ്റാൽ പോലും മജ്ലിസ് ഫിഹി അവിടെ ഇരിക്കില്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനായാണ് അദ്ദേഹം വരുന്ന കണ്ടിട്ട് ആരെങ്കിലും എണീറ്റ് കൊടുത്താൽ പോലും അവിടെ ഇരിക്കില്ല കാരണം എങ്ങാനും ഈ ഹദീസിന്റെ ഈ പാഠത്തിനെതിരാവുന്ന വിശ്വാസം എണീപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്നെ കണ്ടിട്ട് എണീറ്റിട്ടാണല്ലോ ഞാൻ അവിടെ പോയിരിക്കുന്നത് അതുകൊണ്ട് ആ പേടി വന്ന കാരണം അവിടെ ഇരിക്കില്ല കിട്ടിയ സ്ഥലത്ത് തന്നെ ഇരിക്കുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കാൻ വിഷയം ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ഈ യാത്രയിലൊക്കെ ചിലപ്പോ ഉണ്ടാവും ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാലോ സീറ്റിൽ നിന്ന് എണീപ്പിക്കുക എന്നിട്ട് അവിടെ ഇരിക്കുക അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് വേണ്ടി ഒരാൾ എണീറ്റെന്നാലും നല്ലത് തന്നെ അവിടെ ഇരിക്കാതിരിക്കുക സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇരിക്കുക അതൊക്കെ അതിൻ്റെ ഒരു മര്യാദകളാണ് നബി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇദാ ഖാമ അഹദുക്കും മിൻ മജ്ലിസിൻ ഒരു മജ്ലിസിൽ നിന്ന് ഒരാൾ എണീറ്റു സുമ്മ റജ ഇലൈഹി വീണ്ടും അങ്ങോട്ടേക്ക് മടങ്ങി വന്നാൽ ഫഹുവ അഹഖു ബിഹി ആ ഇരുന്ന സ്ഥലത്ത് അവനാണ് ഇരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അപ്പൊ സദസ്സിൽ ഇരിക്കുന്ന നേരത്ത് ഒന്നും പുറത്തു പോകേണ്ടി വന്നു തിരിച്ചു വന്നാൽ ആ സീറ്റ് അയാൾക്ക് തന്നെ ഏറ്റവും അർഹത അപ്പൊ നീക്കുമ്പോഴത്തേന് അവിടെ വേറെ കയറി ഇരുന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പുറത്തു വരികയാണ് അപ്പൊ കസാരൊക്കെ വരുമ്പോഴത്തേന് കസാര കയറി ഇരിക്കുക അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവരുത് നമ്മൾ കിട്ടിയ സീറ്റ് ഇരിക്കുക മറ്റൊരാളെ എണീറ്റിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരാളെ എണീറ്റ് തന്നാലും അവിടെ ഇരിക്കാതിരിക്കലാണ് അതിന്റെ മര്യാദ എന്നൊരു തടസ്സം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ മര്യാദ ഒഴിവാക്കുക ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല കുന്ന ഞങ്ങളായിരുന്നു ആതൈന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അടുക്കലേക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ജലസ അഹദുന ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കും അഹീസു എന്തഹി എവിടെയാണോ ആ സദസ്സിന്റെ അറ്റമെങ്കിൽ അവിടെ ഇരിക്കും സദസ്സിന്റെ അറ്റം എവിടെയാണെങ്കിൽ അവിടെ പോയിരിക്കും മുന്നിൽ കയറി ഇങ്ങനെ ബാക്കിയുള്ളവരെ സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാവാറില്ല അതൊന്ന് ശ്രദ്ധിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നത് അല്ലാഹു നമ്മെ ബന്ധപ്പെട്ടവരൊക്കെ ദുനിയാവിലും ആഖിറത്തിലൊക്കെ വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹു നമ്മയും മരണപ്പെട്ടവരൊക്കെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു